ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃദാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേഃ മധുരിംണഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം പ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഭഗവാന്റെ മധുരാപ്രവേശം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായി? അവിടെ മല്ലരംഗത്തെ വർണ്ണനകളൊക്കെ പറഞ്ഞ് അവിടെ ചാണൂരനും മുഷ്ടികനും കൂടൻ അല്ലേ, പിന്നെ ശലൻ തോശലൻ തുടങ്ങിയതായിട്ടുള്ള എല്ലാവരും ആ മല്ലരംഗത്ത് പ്രവേശിച്ച് ഇരിപ്പുറപ്പാക്കി അവിടെ. ഇപ്പോഴാണ് ആ ഉണ്ണികളായിട്ടുള്ള രാമകൃഷ്ണന്മാര് നേരെ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ഗംഭീരമായിട്ടുള്ള അല്ലെ മല്ലയുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇവര് പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. കയ്യടിക്കുക, ആർപ്പ് വിളിക്കുക, പെരുമ്പറ കൊട്ടുക തുടങ്ങിയതായിട്ടുള്ള വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള ആ മല്ലരംഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് കേട്ടോണ്ടാണ് രാമകൃഷ്ണന്മാർ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് അവര് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് ദേഹശുദ്ധിയൊക്കെ വരുത്തിക്കൊണ്ട് നേരെ ആ മല്ലയുദ്ധം കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ആ രംഗാദ്വാരത്തിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു മാർഗ തടസ്സം എന്നുള്ള രീതിയിൽ തന്നെ ഒരു കുവലയാപീഠം എന്ന പേരായിട്ടുള്ള ആനയെ നിർത്തിയിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു? നേരെ ഒരു സാഹസത്തിന് പുറപ്പെടുകയാണെന്ന് തോന്നിപ്പോകുന്നത് പോലെ തന്നെ നേരെ ഭഗവാൻ എന്ത് ചെയ്തു? നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ വരുന്നത് അല്ലേ? വരുന്ന സമയത്ത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഭഗവാന്റെ അടുത്തേക്ക് അല്ലേ എത്തുന്നത്, അതിനനുസരിച്ച് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. രചകനെ അനുഗ്രഹിച്ചതുപോലെയല്ല മാലാകാരനെയും അല്ലേ കുബ്ജയെയും അല്ലെങ്കിൽ മറ്റ് ഭക്തന്മാരെയും ഒന്നും അനുഗ്രഹിച്ച അങ്ങനെയല്ല. എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഭഗവാൻ എങ്ങനെയാണോ അങ്ങോട്ട് ആശ്രയിക്കുന്നത് അതേപോലെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞ പോലെയാണ് കുവലയാപീഠം നിൽക്കുന്നത് കണ്ടപ്പം എന്നാ ഇവനെ ഒന്ന് അനുഗ്രഹിച്ചേക്കാം എന്ന് വിചാരിച്ച് ആ അരയും തലയും ഒക്കെ മുറുക്കി ആ അളകങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, എന്നിട്ടോ ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം ആ കുഞ്ഞു കുട്ടികളില് അല്ലെ, കുട്ടികൾ വന്ന് വാശി പിടിക്കുന്ന പോലെ പറഞ്ഞു, ആനക്കാരാ ആനക്കാരാ, ആ ആനയൊന്ന് മാറ്റൂ. അമ്പഷ്ടാമ്പഷ്ടമാർഗം നൗ ദേഹ്യപക്രമമാചിരം. അവിടുന്ന് പറഞ്ഞു, ആനക്കാരാ ആനക്കാരാ, ആനയെ മാറ്റി നിർത്തൂ, അത് തന്നെയല്ല ഞങ്ങൾക്ക് കടക്കാൻ വഴി തരൂ എന്ന് കൊച്ചു കുട്ടികളായിട്ടുള്ള രാമകൃഷ്ണന്മാരെ പറഞ്ഞപ്പോ ഒന്നുകൂടെ ദേഷ്യമായി ആനക്കാരന്. അവിടെ ആനക്കാരൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? യമസാധനം അല്ലെ, നോചേ സ കുഞ്ചരം സ്വാദ്യ നയാമി യമസാധനം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇനി അതല്ല, നിനക്കതിന് ഭാവമില്ല എങ്കിൽ നിന്റെ ആനയും നിന്നെയൊക്കെ നേരെ യമപുരിയിലേക്ക് അയക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ടു. അവിടുന്ന് എന്തായാലും ആ ഭഗവാന്റെ ഒരു അധിക്ഷേപമായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആനക്കാരനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചോടെ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് തന്നെ അല്ലേ. എന്തായാലും അവൻ എന്ത് ചെയ്തു? നേരെ ഈ അന്തകനാണോ കാലനാണോ എന്ന് പറയാൻ പറ്റില്ല, എന്ന് പറഞ്ഞ പോലെ അവിടെ പറയുന്നത് കാല അന്തകയമോപമം
അല്ലെ? കാലൻ, അന്തകൻ, യമൻ എന്നതിനോടൊക്കെ തുല്യമായിട്ടുള്ള ആ കുവലയാപീഠത്തിനെ ആനയെ നേരെ കൃഷ്ണന്റെ നേർക്കങ്ങോട്ട് കുതിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആന മുന്നോട്ടങ്ങോട്ട് വന്നു, നേരെ എന്ത് ചെയ്തു, ആ തുമ്പിക്കൈ കൊണ്ട് ആ കണ്ണനെ അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് പിടിച്ചു. അങ്ങോട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ആനയെ ആ ഒരു ആനയെ അങ്ങോട്ട് ചുറ്റി അങ്ങ് പിടിച്ചതോടുകൂടി അങ്ങോട്ട് മടക്കി ഒരു അടി അങ്ങോട്ട് കൊടുത്തു ആ തുമ്പിക്കൈയിൽ. ആ തുമ്പിക്കൈയിൽ നിന്ന് നേരെ കുതറിക്കൊണ്ട് ഭഗവാൻ നേരെ പോയി ഒളിച്ചു. എവിടെയാ ഒളിച്ചത്? ആനയ്ക്ക് കാണാൻ വയ്യാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയുള്ളൂ? ആ 4 കാലുകളുടെ നടുക്ക്, അല്ലെ? അങ്ങനെ ആ കാലുകൾക്ക് ഇടയിൽ പോയി അവിടെ ഒളിച്ചു നിന്നു. എന്നാൽ ആനകളുടെ കാഴ്ച എങ്ങനെയാണ് ശരിക്ക്? ആനകളൊക്കെ മണത്തറിയുക എന്നാ പറയാ, അല്ലെ? ഘ്രാണ ശക്തിയാണ് അവർക്ക്. അങ്ങനെയുള്ള ആ ഘ്രാണശക്തിയോട് കൂടിയിട്ടുള്ള കണ്ണുകൾ, ആ കണ്ണുകളോട് കൂടിയിട്ടുള്ള ആന കൃഷ്ണനെ അവിടെ കാണാതെ ഒന്ന് ക്രുദ്ധനായി അവിടുന്ന് അങ്ങനെ തുമ്പി ഇങ്ങനെ ചുറ്റും. അപ്പൊ നോക്കുന്നത് മുഴുവൻ എങ്ങോട്ടാണ്? ചുറ്റുമാണ് നോക്കുന്നത്, എവിടെയാ പോയെന്നുള്ളത്. അത് ഘ്രാണശക്തി കൊണ്ടാണ് നോക്കുന്നത്. അങ്ങനെ ഒന്ന് മണം പിടിച്ച് അറിയാത്ത തുമ്പി ഒന്ന് താഴോട്ട് വീണപ്പോ എന്തായി? നേരെ തന്റെ കാലിന്റെ അവിടുന്ന് ഘ്രാണശക്തി കിട്ടി, കണ്ടുപിടിച്ചു. അവിടുന്ന് അങ്ങോട്ട് ആ തുമ്പി കൊണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കൃഷ്ണനെ അങ്ങോട്ട് അത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടുന്ന് വേഗം അവിടുന്ന് കുതറി പുറത്തേക്ക് തിരിച്ചു വന്നു എന്ന് പറയാണ്. അതാണ് ഈ ആനകൾക്ക് ഗന്ധം എന്നുള്ളത്. ആ കാഴ്ച നമ്മളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ഫലം കിട്ടും, അതേപോലെ ഫലം അവര് ഘ്രാണശക്തിയിലൂടെ അവിടെ നേടിയെടുക്കുന്നു പറയാണ്. എന്തായാലും എങ്ങനെയാണോ ഒരു ഗരുഡൻ, അല്ലെ, പുച്ഛേ പ്രഗ്രാഹ്യ അതിബലം ധനുഷ പഞ്ചവിംശതിം വിചകർഷയഥാ നാഗം സുപർണ ഇവലീലയ. നാഗം സുപർണ ഇവലീലയ. എങ്ങനെയാണോ ഗരുഡൻ ഒരു പാമ്പിനെ എന്ന പോലെ ആ ഭഗവാൻ അത്യന്തം ബലശാലിയായിട്ടുള്ള ആ കുവലയാപീഠത്തിനെ ഒരു എന്താണ് കളി പോലെ ആ വാലിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് ചുഴറ്റി ഒരൊറ്റ ഏറെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? പഞ്ചവിംശതിയും ധനുഷ, 25 വിൽപ്പാടകലെ അത് ചെന്ന് വീണു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ആ ആനയുടെ ഒപ്പം കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയോട് എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ അതിന്റെ കൂടെ അവിടെ ചെന്ന് തിരിച്ച് ആ ആനയുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് ഓടും. അപ്പൊ എന്തായി? ആന പുറകെ, കാളയുടെ പുറകെ, ഇങ്ങനെ വട്ടം തിരിച്ച് പിന്നെ എന്ത് ചെയ്തു? ഭഗവാൻ ആ വാൽപ്പിടുത്ത് അങ്ങോട്ട് വിട്ട് തന്റെ നേർക്ക് കൊതിച്ചു വന്നതായിട്ടുള്ള ആനയെ ആ തന്റെ മസ്തകം നോക്കി ഭഗവാൻ ഒന്ന് പ്രഹരിച്ചു എന്ന് പറയാണ്. ഓരോ അടിവയ്പ്പിലും ആ ആനയാൽ സ്പർശിക്കപ്പെട്ടതുകൊണ്ട് പരക്കം പാഞ്ഞ് ഒടുവിൽ എന്ത് ചെയ്തു? ആ ആന അവിടെ ചത്തുമലച്ചു വീണു എന്ന് പറയുകയാണ്. ഭഗവാൻ ഓട്ടത്തിലെ ആനയെ കളിപ്പിക്കുവാൻ വേണ്ടി ഒന്ന് വീണു കൊടുക്കുക, ഇങ്ങനെയുള്ള ലീലകളൊക്കെ ചെയ്തു അവിടെ. എന്നിട്ട് വേഗം അവിടുന്ന് എഴുന്നേക്കും. പിന്നെ എന്തായി? പിന്നെ ആന അവിടുന്ന് വീണ്ടും ഓടാൻ തുടങ്ങും. ഇങ്ങനെ അവസാനം ഭഗവാനെ കുത്താൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ആ 2 കൊമ്പ് കൊണ്ടും അങ്ങോട്ട് കുത്താൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഭഗവാൻ വേഗം അവിടുന്ന് മാറിയപ്പോഴത്തേക്കും എന്തായി? കോപാവേശത്തോടു കൂടി ആ ഭൂമിയിലേക്ക് ആ 2 കൊമ്പും അങ്ങോട്ട് അവിടുന്ന് കുത്തി എന്ന് പറയുകയാണ്. ആ കുത്ത് വിഫലമായി എന്നറിഞ്ഞതോടുകൂടി വാശിയോടുകൂടി വീണ്ടും ശ്രീകൃഷ്ണന്റെ നേർക്കങ്ങോട്ട് പാഞ്ഞെത്തി അവിടെ. അങ്ങനെ ഈ മധു എന്ന രാക്ഷസനെ, അല്ലെ, അങ്ങനെയാണല്ലോ മാധവനും എന്നൊക്കെ പറയുന്നത്. മധു എന്ന രാക്ഷസനെ ഒക്കെ എങ്ങനെയാണോ നിഷ്പ്രയാസം ഭഗവാൻ ആ തന്റെ കുഞ്ഞു കൈകളെ കൊണ്ട് നിഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ ആ തുമ്പിയെ പിടിച്ചുകൊണ്ട് അടിച്ച് നിലത്ത് വീഴ്ത്തുകയായിരുന്നു ചെയ്തത്. ഒരു സിംഹം ഒരു പട്ടുകൂറ്റൻ ആന എന്ന കണക്ക് സാക്ഷാൽ ശ്രീഹരി നിലത്ത് വീണ ആനയെ കാൽ കൊണ്ടങ്ങോട്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് ആ ഒട്ടും ആയാസം കൂടാതെ 2 കൊമ്പുകൾ അങ്ങോട്ട് വലിച്ചൂരിയെടുത്തു. ഒന്ന് ഏട്ടനും കൊടുത്തു, ഒന്ന് താനും അത് സ്വീകരിച്ചു. അങ്ങനെ ആ ആന ചത്തു കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? അവിടെ നിന്ന് നേരെ പോന്നു ഓടുന്ന. അങ്ങനെ
രണ്ടുപേരും ദാ ആയുധങ്ങൾ, പുതിയ ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, അതിലോ ആ ഇതിലെങ്ങനെയാണ് രക്തവും അല്ലെ, അംസന്യസ്ത വിഷാണോ മതബിന്ദുഭിരങ്കിത. അവിടെ ആ രക്തം അതുപോലെ മതജലം ഒക്കെ പുരണ്ടതായിട്ടുള്ള ആ ആനക്കൊമ്പുകള് ഒക്കെ ദാ ഹംസത്തിൽ വെച്ചുകൊണ്ട്, തോളത്ത് വെച്ചുകൊണ്ട് അവർ നേരെ ആ മല്ലരംഗത്തിലേക്ക് പ്രവേശിച്ചു. ആ മല്ലന്മാരുടെ അംഗം നടക്കുന്നതായിട്ടുള്ള രംഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും പലതരത്തിലുള്ള രീതിയിലാണ് ഭഗവാൻ അവിടെ ദർശനം കൊടുത്തതെന്നുള്ളതാണ്. മല്ലാനാമശനിർ നൃണാം നരവര ശ്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സജനോ സതാം ക്ഷിതിഭുജാം ശാസ്താസ്വപിത്രോ ശിശു മൃത്യോർഭോജപതേർവിരാട വിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ ജംഗം ഗതസാഗ്രജ. കുവലയാപീഠം എന്നതായിട്ടുള്ള പട്ടുകൂറ്റൻ അല്ലെ, കാലനും യവനും ഒക്കെ ആയിട്ടുള്ള ആ കൊലയാനയെ തന്നെ നിഗ്രഹിച്ചുകൊണ്ട് ആ ഒരു തോളില് രക്തവും മതനീരും ഒലിക്കുന്നതായിട്ടുള്ള കൊമ്പും വെച്ചുകൊണ്ട്, മുഖത്തൊക്കെ എന്താണ് വിയർപ്പ് കണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനോടുകൂടി ആ മല്ലരംഗത്ത് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളാണ്. മല്ലന്മാർക്ക് എന്താണ്, മല്ലന്മാർക്ക് വലിയൊരു ഇടിവാള് തന്റെ നേർക്ക് വരുന്നതായിട്ടുള്ള ഒരു രീതി അവിടെ തോന്നി. പിന്നെയോ നൃണാം നരവര, അവിടെ പിന്നെ അവിടെ വന്നിട്ടുള്ള സാധാരണ മനുഷ്യര് അല്ലെ, അവിടെ വന്നിട്ടുള്ള ജനങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നരവര, നരശ്രേഷ്ഠൻ. നരശ്രേഷ്ഠന്മാരാന്ന് പറഞ്ഞ ആരാണ്? നരശ്രേഷ്ഠൻ രാജാവ്, ഞങ്ങളുടെ ഇടയിലുള്ള ഒരു രാജാവായിട്ട് ആ ജനങ്ങൾക്ക് തോന്നി. പിന്നെ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, അവിടെ ഉണ്ടായതായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ എന്താണ്, ഇത് ആ കന്ദർപ്പനായിട്ടുള്ള കാമദേവൻ ശരീരം സ്വീകരിച്ചുകൊണ്ട് വന്നതായിട്ട് അവർക്ക് അവിടെ തോന്നി. ഗോപാനാം സജനോ സതാം ക്ഷിതിഭുജാം, കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാര് അവരെന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അല്ലെ കാളന്തിയിലും അല്ലെങ്കിൽ ആ വൃന്ദാവനത്തിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണോ തന്റെ കൃഷ്ണൻ അല്ലെ തങ്ങളെ കാണുന്നത്, അതേപോലെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഗോപന്മാർക്ക് ദർശനം കൊടുത്തു. സതാം ക്ഷിതിഭുജാം, പിന്നെ ശാസ്താ സ്വപിത്രോ ശിശു, സതാമല്ല അസതാം ക്ഷിതിഭുജാം, അവിടെ അസുരന്മാരായിട്ടുള്ളവര് അല്ലെ, ദുഷ്ടരാജാക്കന്മാർക്ക് ഇത് തങ്ങളെ ശാസിക്കുവാൻ വന്നതായിട്ടുള്ള ഒരു ചക്രവർത്തിയായിട്ട് അവിടെ തോന്നി എന്ന് പറയാണ്. ചക്രവർത്തിയായിട്ട് തോന്നി ദുഷ്ടന്മാർക്ക്. പിന്നെ ശാസ്താസ്വപിത്രോ ശിശു, പിന്നെയോ പിന്നെ പറഞ്ഞു, പിന്നെ അവിടെ ശാസിക്കുവാൻ വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ രാക്ഷസന്മാർക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ അസുരന്മാർക്ക് അങ്ങനെ തോന്നി. മൃത്യോർഭോജപതേർ വിരാട വിദുഷാം തത്വം പരം യോഗിനാം, അവിടെ ഭഗവാന്റെ ആഗ്രഹത്തോടുകൂടി അല്ലെ ഈ ഒരു രംഗം കാണുവാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാര് ദേവകീ വസുദേവന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആ ദേവകീ വസുന്മാർക്ക് അവര് തന്റെ ഉണ്ണിയായിട്ട് തന്നെ ഭഗവാൻ അവിടെ ദർശനം ചെയ്ത് കൊടുത്തു. അവിടെ പിന്നെയോ ഭോജരാജാവായിട്ടുള്ള കംസൻ എങ്ങനെയാണ്, കംസന് കൊടുത്തത് എന്താണ്, മൃത്യു ഭോജപതേ. കംസന് ഇത് മൃത്യുവാണെന്നുള്ള ഒരു ഭയത്തോടുകൂടി തന്നെ ഇത്രയും നേരം എങ്ങനെയാണോ കൃഷ്ണനെ ആരാധിച്ചത്, അതേ ആ ആരാധന തന്നെ അപ്പോഴും അവിടെ കംസനും തോന്നിപ്പിച്ചു. അങ്ങനെ സഭാവാസികള് ഇയാളൊരു വികലനാണെന്ന് ധരിച്ചുകൊണ്ട് അല്ലെ, ആ കംസൻ മൃത്യുവാണെന്ന് പേടിച്ചോടെ. പിന്നെയോ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള യോഗീശ്വരന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ എന്താണ്, തത്വം പരം യോഗിനാം അല്ലെ, തത്വമസ്യാദി മഹാവാക്യങ്ങളിലൊക്കെ എന്താണോ അവിടെ പ്രതിപാദ്യമായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ഈ ഈശ്വരൻ എന്നുള്ളത് അവരിൽ ഉറപ്പാക്കി കൊടുത്തു. പിന്നെയോ
യദുശ്രേഷ്ഠന്മാരായിട്ടുള്ള യാദവർക്ക് അവരുടെ പരദേവതയാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഓരോ വിഭാഗക്കാരെയും വ്യത്യസ്ത ഭാവങ്ങളിൽ തോന്നിപ്പിച്ചുകൊണ്ട് ആ രാമകൃഷ്ണന്മാര് രംഗപ്രവേശം ചെയ്തതോടെ അതിനുശേഷം എന്താണ് ഹതം കുവലയാ പീഡം ദൃഷ്ട്വാ താവപി ദുർജയൗ കംസോ മനസ്വപി തദാ പുഷമുദ്വിവിജേ നൃപ. കുവലയാപീഠത്തെയൊക്കെ നിഗ്രഹിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരൊക്കെ അജയ്യരാണെന്ന് മനസ്സിലാക്കി അവിടെ ഇത്രയായപ്പോഴത്തേക്കും വേണ്ടത്ര മനസാന്നിധ്യം ഉള്ളവനാണെങ്കിൽ പോലും ആ കംസൻ വല്ലാതെ ഒന്ന് അമ്പരന്നു. അവിടെ പലതരത്തിലുള്ള ഇവരുടെ രൂപങ്ങളെയൊക്കെ അവിടെ കണ്ടു. എന്താണ് തൗരേജതൂരംഗഗതോ മഹാഭുജോ അല്ലെ, ആ അജാന ബാഹുക്കളായിട്ടുള്ള വിചിത്രവേഷ ആഭരണസ്രഗംബരോ, അസാധാരണ രീതിയിലുള്ള വേഷവിധാനങ്ങള്, അങ്ങനെ മാല, വസ്ത്രങ്ങള്, ഇങ്ങനെ ആ മല്ലരംഗത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള രാമകൃഷ്ണന്മാര് നോക്കി നിൽക്കുന്നവരുടെ ആ രാമകൃഷ്ണന്മാര് നോക്കി നിൽക്കുന്നവരുടെ മനസ്സിന് എന്തെന്നില്ലാത്ത മനക്ഷിപന്തോ പ്രഭയാ നിരീക്ഷതാം, എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, എല്ലാവരെയും മയക്കിച്ചിരിക്കുന്നു അവിടെ. നന്നായി വേഷമണിഞ്ഞ് ഒരു എന്താ പറയുന്ന നടാവ് ഉത്തമ വേഷധാരിയുടെ ഒരു നടനെ പോലെ എല്ലാവരുടെയും മനസ്സിനെയും അവിടുന്ന് പകർന്നെടുത്തു എന്ന് പറയാണ്. അങ്ങനെ ആ മഞ്ചങ്ങളിലൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള നഗരവാസികള്, പിന്നെ മറ്റ് എന്താണ് സാധാരണ ജനങ്ങള്, ഉത്തമ പുരുഷ ലക്ഷണങ്ങൾ തികഞ്ഞതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ അവര് വേണ്ടുവോളം അല്ലെ കടാക്ഷമാണ് ശരിക്കും. അവരുടെ കണ്ണുകൊണ്ട് ആ സാരൂപ്യത്തെ അവിടുന്ന് ആവോളം അവരത് പാനം ചെയ്തു എന്ന് പറയാണ്. പിബന്ത ഇവ ചക്ഷുർഭ്യാം ലിഹന്ത ഇവ ജിഹ്വയാ ജിഘ്രന്ത ഇവ നാസാഭ്യാം സൃഷ്യന്ത ഇവ ബാഹുഭി. ആ നേത്രങ്ങളും മുഖവും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. അവർക്ക് രാമകൃഷ്ണന്മാരുടെ ആ ശ്രീമുഖങ്ങൾ എത്രയെത്ര നോക്കിയിട്ടും അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അവരുടെ ഭാവം കണ്ടാലോ അവര് ആ രാമകൃഷ്ണന്മാരുടെ നേത്രങ്ങളാൽ പാനം ചെയ്യുകയാണ് എന്ന് തോന്നിപ്പോകും. കാരണം ഈ ഭഗവാൻ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് കാണുമ്പം അവരെല്ലാവരും തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുകയാണ് ഓരോരുത്തർക്കും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവര് വിചാരിക്കുന്ന എന്താണ്, തന്നോട് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഒരു അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം എന്ന് വിചാരിച്ച് അവരതെല്ലാം അത് ആസ്വദിക്കുന്നതോടെ. എന്നിട്ടോ ആ നാക്കുകൾ കൊണ്ട് നക്കി തുടുക്കുകയാണോ എന്ന് നാസികകള് നാക്കുകള് ആണെന്ന് തോന്നും. പിന്നെ നാസികകളോ തന്നെ ഉള്ളിലേക്ക് വലിക്കുകയാണോ എന്ന് തോന്നും. ഇതൊക്കെ ആ ഭഗവാനെ കാണുമ്പം ആ തന്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ തന്നെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് ഓരോരുത്തരെയും അവിടെ തോന്നിപ്പിക്കുക പറയാണ് അവിടെ. പിന്നെയോ ഭഗവാന്റെ കൈകൾ എന്തായി ആലിംഗനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണോ അല്ലേ? അവരാ രാമകൃഷ്ണന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ രൂപം, ഗുണങ്ങള്, അതുപോലെ തന്നെ മാധുര്യം, പ്രാഗൽഭ്യം, ഇതെല്ലാം അവര് ആ ഭഗവാൻ ചെയ്തതായിട്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള പല തരത്തിലുള്ള അത്ഭുത ലീലാവിലാസങ്ങളൊക്കെ വേഗം മനസ്സിലേക്ക് വന്നു എന്ന് പറയാണ്. അതെല്ലാം പരസ്പരം എന്ത് ചെയ്തു? ആ കണ്ണനെ കുറിച്ചും രാമനെ കുറിച്ചും ഒക്കെ പരസ്പരം അവര് അവിടെ കൂടിയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവിടുന്ന് ചർച്ച ചെയ്തു എന്ന് പറയാണ്. പിന്നെ സ്മരണകൾ പലതും അവിടെ പറയാണ്. ഏതോ ഭഗവത സാക്ഷാൽ ഹരേ നാരായണസ്യ ഹി അവതീർണ വിഹാംസേന വാസുദേവസ്യ വേശ്മനി. അവിടെ ഇവർ രണ്ടുപേരും നാരായണനും ഭഗവാനുമായിട്ടുള്ള ആ ശ്രീഹരിയുടെ അംശം കൊണ്ട് ഭൂമിയില് വസുദേവരുടെ പുത്രനായിക്കൊണ്ട് സാക്ഷാൽ അല്ലെ ആ ഭഗവത് അവതാരമായിട്ട് ജനിച്ചതാണ് എന്നൊക്കെ പലരും പരസ്പരം അവിടുന്ന് പറയാൻ തുടങ്ങി അവിടെ. പിന്നെ ഓരോരോ കാര്യങ്ങള് ഏഷവൈകില ദേവക്യാം ജാതോ നീതശ്ച ഗോകുലം കാലമേതം വസൻ ഗൂഢോ വവൃതേ നന്ദവേശ്മനി. ഭഗവാൻ
ദേവകിയുടെ പുത്രനായിട്ട് പിറന്നതാണെങ്കിൽ പോലും എന്താണ് കുറച്ചു കാലം ഗോകുലത്തിലെ യശോദാനന്ദന്റെ മകനായിക്കൊണ്ട് അവിടെ കുറച്ചു നാൾ വളർന്നു എന്നും ഇങ്ങനെയുള്ള ഈ ഭഗവാനാണ് എന്ത് പൂതനാനേന നീതാന്തം ചക്രവാതശ്ച ദാനവാർജുനോ ഗുഹ്യകേശി ധേനുകോന്യേച തദ്വിത. അവിടെ പൂതന തുടങ്ങിയതായിട്ടുള്ള ധാരാളം രാക്ഷസന്മാരെ, രാക്ഷസീയ വംശത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കിയത് ഈ ഉണ്ണികളായിട്ടുള്ള രാമകൃഷ്ണന്മാരാണ് എന്ന് ഒക്കെ അവര് പരസ്പരം, ചുഴലിക്കാറ്റായിട്ട് വന്നതായിട്ടുള്ള തൃണാവർത്തൻ അല്ലേ, അതുപോലെ ശംഖചൂടൻ, കേശി, ധേനുകൻ തുടങ്ങിയതായിട്ടുള്ള എല്ലാവരെയും നിഗ്രഹിച്ചത് ഈ നിൽക്കുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാരാണ് എന്ന് അവിടെ പറയുന്നു. അത് തന്നെയാണോ പിന്നെ ഗാവസ്തപാലായേതേന ദാവാഗ്നേ പരിമോചിത, പശുക്കളും ഗോപന്മാരും ഒക്കെ ഇദ്ദേഹത്താൽ ആ കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. കാളിയൻ എന്ന സർപ്പത്തെ ചവിട്ടി അമർത്തി ഉള്ളിലുള്ള അഹങ്കാരങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി കൊടുത്തു. ഇന്ദ്രന്റെ ഗർവ് തീർത്തു കൊടുത്തു അല്ലെ, ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കി കൊടുത്തു. 7 ദിവസമാണ് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും സംരക്ഷിച്ചത് അവിടെ. അങ്ങനെ സദാസമയവും എന്താണ് ആഹ്ലാദം നൽകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നിത്യമുദിത ഹസിത പ്രേക്ഷണം മുഖം പശ്യന്ത്യോ വിവിധാം സ്ഥാപാം സ്മരന്തി സ്മാശ്രമം മുദാ. നിത്യമുദിത ഹസിത പ്രേക്ഷണം, അതാണ് സദാസമയവും സന്തോഷം, അതുപോലെ ഒരു ചെറിയ ഒരു മന്ദഹാസം, ആ കടാക്ഷ വീക്ഷണം, ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കണ്ണന്റെ മുഖം നോക്കിക്കൊണ്ട് തന്നെ ആ ഗോപികമാര് നിഷ്പ്രയാസം അവർക്കുള്ള അല്ലെ, ആധിഭൗതികമായിക്കോട്ടെ, ആധ്യാത്മികമായിക്കോട്ടെ, ആധിദൈവികമായിക്കോട്ടെ, എന്നുള്ള എല്ലാ ദുഃഖങ്ങളെയും അവര് അറിയാതെ അവര് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിന് അവരെ ബാധിക്കാതെ പോകുന്നതോടെ. അങ്ങനെ ഈ ഭഗവാന്റെ ഈ ഒരു വംശം, യദുവംശം തന്നെ അങ്ങേറ്റം ആ ഭഗവാന്റെ അവതാരത്തോടുകൂടി അത് പ്രശസ്തമായി കഴിഞ്ഞോടെ സ്ത്രീത്വം യശോ മഹത്വം ലപ്സ്യതേ പരിരക്ഷിത. സ്ത്രീത്വം, യശസ്, മാഹാത്മ്യം ഇതൊക്കെ കൊണ്ട് ശോഭനമായിക്കൊണ്ട് ആ വിദ്വാൻമാര് ഒക്കെ പലരും ഈ ഗോകുലത്തെ പറ്റി അല്ലെ എന്താണ് ഈ യദുവംശത്തെ കുറിച്ച് പ്രകീർത്തിക്കുന്നതോടെ ഇങ്ങനെ ശ്രീത്വം തുളമ്പുന്നതായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ഈ ബലരാമൻ, ആ കൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ, പ്രളംബൻ, വത്സൻ, ഭഗൻ ഇന്നവരെ അവരെയൊക്കെ നിഗ്രഹിക്കുന്നു. ജനേഷു എവം ബ്രുവാണേഷു തുല്യേഷു നിനദൽസുജ കൃഷ്ണരാമോ സമാഭാഷ്യ ചാണൂരോ വാക്യമബ്രവൽ. അങ്ങനെ അവിടെ കൂടിയതായിട്ടുള്ള ജനങ്ങള് ഓരോന്നും ഇങ്ങനെ രാമകൃഷ്ണന്മാരുടെ കേമത്തെ കുറിച്ചൊക്കെ വാദ്യഘോഷങ്ങള് മുഴക്കിക്കൊണ്ടിരിക്കുമ്പോ മല്ലന്മാരിലെ മുഖ്യനായിട്ടുള്ള ആ ചാണൂരൻ രാമകൃഷ്ണന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദഗോപരുടെ മകനായിട്ടുള്ള അല്ലേ നീ, എടോ ബലരാമ, നിങ്ങൾ ഇരുവരും വീരന്മാരാണെന്നുള്ളത് എല്ലാവരും ഇപ്പൊ പറഞ്ഞു, ജനസമ്മതി നേടിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ മല്ലയുദ്ധത്തിൽ സമർത്ഥരാണെന്ന് കേട്ട് അതൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് രാജാവായിട്ടുള്ള കംസൻ നിങ്ങളെ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ. എന്തിനു വേണ്ടിയിട്ട്? മല്ലയുദ്ധത്തിന് വേണ്ടിയിട്ട്. മനസാ വാച കർമ്മണ രാജാവിന്റെ പ്രിയം ചെയ്യുന്നതായിട്ടുള്ള പ്രജകൾക്ക് ശ്രേയസ് ലഭിക്കും. അല്ലാത്ത പക്ഷം എന്താണ്? അല്ലാത്ത പക്ഷം അതിന് നേരെ വിപരീതമായിട്ടുള്ള അനർത്ഥവും ഉണ്ടാവും. അതാണ് പ്രിയം രാജ്ഞ പ്രകുർവന്ത്യ ശ്രേയോ വിന്ദന്തി വൈ പ്രജാഹ മനസാ കർമ്മണ വാച വിപരീതം അതോന്യഥ. ഇനി അതല്ല എങ്കിലോ അനർത്ഥങ്ങള് സംഭവിക്കും എന്ന് നേരേതാ ആ ചാണൂരിനും മുഷ്ടികനും കൂടി ആ ഉണ്ണികളായിട്ടുള്ള രാമകൃഷ്ണന്മാരെ മല്ലയുദ്ധത്തിനായിട്ട് അവിടുന്ന് വിളിക്കുന്നു. ഇപ്പൊ ചാണൂരിനെ ശരിക്കും കൃഷ്ണൻ നന്ദഗോപരുടെ പുത്രനാണെന്ന് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ അല്ലേ, ഇനി ആ സമയത്ത് ഭഗവാൻ തന്നെ വിസ്മരിപ്പിക്കുകയാണ് ശരിക്കും. എന്തായാലും ഈ ബാലന്മാരോട് നേരിട്ട് സംസാരിക്കുന്നത് തന്റെ
പദവിക്ക് ചേരാത്തത് ആണ് എന്ന് കംസൻ ചാണൂരാദികളെ കണ്ട് അവിടെ പറയുകയാണ് ശരിക്ക്. നിത്യം പ്രമുദിതാ ഗോപാവത്സപാലായഥാസ്ഫുടം വനേഷു മല്ലയുദ്ധേന ക്രീഡന്തശ്ചാരയന്തിക. കൈക്കുട്ടികളെയൊക്കെ മേയ്ക്കുന്നതായിട്ടുള്ള ആ ഗോപന്മാര് മല്ലയുദ്ധം കളിച്ചുകൊണ്ട് ആ കാടുകളിലൊക്കെ പശുക്കളെ മേയ്ക്കുകയാണെന്ന് ഒക്കെ ഇതിനു മുമ്പ് കുട്ടിക്കാലങ്ങളിലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് രാജാവിന് പ്രിയമായത് വീരന്മാരായിട്ടുള്ള നിങ്ങൾ ചെയ്യണം എന്ന് ആ രാജാവ് സർവഭൂതമയൻ അല്ലെ, തസ്മാൽ രാജ്ഞ പ്രിയം യൂയം വയം ചക്കരവാമഹേ ഭൂതാനി നഃ പ്രസീദന്തി സർവഭൂതമയോ നൃപ. അപ്പൊ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടുള്ള ആ രാജാവ് ആ രാജകൽപ്പന അനുസരിച്ചാല് എല്ലാവരും പ്രസാദിക്കുന്നു, എല്ലാവരും സന്തോഷിക്കുന്നു എന്ന് പറയാണ് അവിടെ. ചാണൂരന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദ്വന്ദ്വയുദ്ധം തനിക്കും ഇഷ്ടം തന്നെയാണെന്ന് കരുതിക്കൊണ്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ആ ചാണൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ദേശത്തിനും കാലത്തിനും യോജിക്കത്തക്ക വിധം അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് വനത്തില് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഞങ്ങള്, അതുപോലെ തന്നെ ഞങ്ങളും ഈ നിങ്ങളും എല്ലാം ആരാണ്? ശരിക്കും ആരാണ്? ഒരേ ഒരു രാജാവിന്റെ പ്രജകൾ തന്നെയാണ് അല്ലെ? ഭോജരാജാവായിട്ടുള്ള കംസന്റെ പ്രജകളാണ്. പ്രജാ ഭോജപതേരസ്യ വയം ചാപി വനേചരാഹ കരവാമപ്രിയം നിത്യം തന്ന പരമനുഗ്രഹ. അതുകൊണ്ട് ആ രാജഹിതം നിറവേറ്റുക തന്നെയാണ് നമുക്ക് ഏറ്റവും ആഹ്ലാദം അല്ലെ? നമ്മളൊക്കെ ആ ഭോജരാജാവായിട്ടുള്ള കംസന്റെ പ്രജകളാണ്. അതുകൊണ്ട് നമ്മള് ആ കാര്യം നമ്മൾ ചെയ്യണം. രാജകൽപ്പന നമ്മളത് അനുസരിക്കുകയാണ് വേണ്ടത്. പിന്നെ ബാലന്മാരായിട്ടുള്ള ഞങ്ങള് അല്ലെ, ഞങ്ങളോട് തുല്യം ബലമുള്ളവരായിട്ടുള്ളവരോട് ക്രീഡിക്കാം, അതല്ലേ വേണ്ടത്? ബാലാവയം തുല്യബലൈ ക്രീഡിഷ്യാമോ യഥോചിതം. അതാണ് ഉചിതമായിട്ടുള്ള കാര്യം അല്ലെ? ഒരേ ബലമുള്ളവർ വേണം പരസ്പരം അവര് യുദ്ധം ചെയ്യുവാൻ. ഭവേൻ യുദ്ധം മാധർമ്മ കൃഷേൻ മല്ലസഭാസദാഹ. എന്നിട്ട് പറഞ്ഞു, മല്ലയുദ്ധം അത് ഉചിതം പോലെ ആവട്ടെ, മല്ലസഭാവാസികൾക്ക് അത് അധർമ്മം വരികയും ചെയ്യരുത് എന്ന് ആ ഭഗവാൻ പറഞ്ഞപ്പോഴത്തേക്കും ചാണൂരൻ പറഞ്ഞു, നിങ്ങള് അല്ലേ ചെറുപ്പക്കാര് 10,000 ആനയുടെ ബലമുള്ള കുവലയാവിടത്തെ കൊന്നിട്ടുള്ള അല്ലെ ആൾക്കാരാണ് നിങ്ങൾ, സാധാരണയായിട്ട് ചെറുപ്പക്കാര്. ചാണൂരൻ പറഞ്ഞു, ന ബാലോ ന കിശോരസ്ത്വം ബലശ്ച ബലിനാംബര ലീലയേ ഭോഹതോ യേന സഹസ്രദ്വിപസത്വഭൃ. സഹസ്രദ്വിപസത്വഭൃ. ദ്വിപം എന്ന് പറഞ്ഞാൽ ആന. എന്താണ് ഈ ആനയ്ക്ക് ദ്വിപം എന്നുള്ള പേര് വരാൻ കാരണം? 2 പ്രാവശ്യം വെള്ളം കുടിക്കുന്ന പറയാം. ഒന്ന് തുമ്പിയിലെടുക്കും, പിന്നെന്താണ്, പിന്നെ വീണ്ടും അത് ഉള്ളിലേക്കാക്കുക. ഇങ്ങനെ 2 തവണ വെള്ളം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ദ്വിപം എന്നുള്ളൊരു വാക്ക്. എന്തായാലും തസ്മാൽ ഭവദ്ഭ്യാം ബലിഭിർ യോദ്ധവ്യം നാനയോത്ര വൈ മൈ വിക്രമവാഷ്ണേയ ബലേന സഹമുഷ്ടിക. എന്തായാലും ഭഗവാൻ ഉദ്ദേശിച്ചതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ ചാണൂരൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ബാലനോ അല്ലെങ്കിൽ കിശോരനോ ശിശുവോ ഒന്നുമല്ല, എന്താണ് ബലശ്ച ബലിനാം വര, ബലവാന്മാരിൽ ബലവാന്മാരാണ് നിങ്ങൾ. കാരണം എന്താണ്? കാരണം സഹസ്ര ദിവസത്വഭൃ, അവിടെ 10,000 അല്ലെ, 10,000 അല്ല 1000 സഹസ്രദ്വീപം, 1000 ആനകളുടെ ബലം ഒത്തതായിട്ടുള്ള കുവലയാവിടത്തെ നിങ്ങൾക്ക് ഒരു ലീലാ വിനോദം എന്നോണം നിങ്ങൾക്ക് നിഗ്രഹിക്കാൻ സാധിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങള് ബലവാന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവിടുന്ന്. അതുകൊണ്ട് ഞങ്ങളോട് മല്ലയുദ്ധത്തിന് അർഹതയുള്ളവരാണ് എന്നുള്ളത് ഉറപ്പിച്ചോടെ. തസ്മാൽ ഭവദ്ഭ്യാം ബലിഭിർ യോദ്ധവ്യം നാനയോത്ര വൈ മൈ വിക്രമവാഷ്ണേയ ബലേന സഹമുഷ്ടിക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ യുദ്ധത്തിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അനീതിയായിട്ട് മാറില്ല എന്ന് പറയണം. നിയമം തെറ്റിക്കലാവില്ല. കാരണം ഒരേ ശക്തിയാണ് നമ്മൾ തമ്മിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം?
ഞാൻ നിന്നോട്, കണ്ണനോടായിട്ടാ പറയുന്നത്, കൃഷ്ണനോടായിട്ടാണ് പറയുന്നത്, ഞാൻ നിന്നോടും അതുപോലെ തന്നെ ഇതാ മുഷ്ടികൻ ബലരാമേട്ടനോടും കൂടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കാം, മല്ലപ്പിടുത്തം ആരംഭിക്കാം. മൈ വിക്രമ വാർഷ്ണേയ ബലേന സഹമുഷ്ടിക. അങ്ങനെ ദാ മുഷ്ടികനും ചാണൂരനും കൂടി ആ രാമകൃഷ്ണന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് ഉള്ള പോർവിളി അവിടെ ചെയ്തുകൊണ്ടാണ് ആ അധ്യായം അവിടെ പൂർത്തിയാക്കിയത്. ഇനി ഭഗവാൻ ദാ ചാണൂരനുമായിട്ടും അതുപോലെ തന്നെ ദാ ബലരാമേട്ടൻ മുഷ്ടികനുമായിട്ട് ഉള്ള യുദ്ധങ്ങളൊക്കെയാണ് ഇനിയുള്ള ഭാഗങ്ങൾ അനുസ്മരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.